മോഡി, മെലോണി, മെലോഡി, ഹെല്ലി, മെറ്റ എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡി അഥവാ മോഡി എന്ന് വിളിക്കുന്ന ശ്രീ നരേന്ദ്ര മോഡി ഇപ്പം വിദേശ പര്യടനത്തിനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ ഇനി ഒരു വർഷത്തേക്ക് സ്വർണ്ണമൊന്നും വാങ്ങിക്കാൻ പാടില്ല, പെട്രോളിന്റെ ഉപയോഗം കുറക്കണം, വിദേശ രാജ്യങ്ങളിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു 5 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഇന്നത്തോടെ ഈ ദിവസത്തോടെ തീരുമെന്നാണ് തോന്നുന്നത്. അതാണ് ഷെഡ്യൂൾ. ഓക്കെ, ഇന്ത്യയുടെ നല്ല കാര്യത്തിനായിരിക്കാം, ബാക്കിയുള്ള ഡെവലപ്പിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം. ഓക്കെ, സമ്മതിക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു ലീഡർ എന്ന് പറയുന്നത് ആദ്യം ചെയ്ത് കാണിക്കണം. ഞാൻ എന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക് വിദേശ പര്യടനങ്ങൾ മാറ്റി വെക്കുകയാണ്. ഈ വിദേശ പര്യടനം എന്ന് പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടന്റ് കാര്യമായിട്ടൊന്നും എനിക്ക് സെർച്ച് ചെയ്തപ്പോ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ തോന്നിയിട്ടില്ല. മാറ്റി വെച്ചിട്ട് ജനങ്ങളോട് പറയുമ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നുണ്ട്, സ്വർണത്തിന്റെ ഉപയോഗം കുറക്കണം എന്ന് പറയുന്നുണ്ട്, ചെലവുകൾ ചുരുക്കണം എന്ന് പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുറക്കാൻ വേണ്ടി പറയുന്നുണ്ട്, പെട്രോൾ വണ്ടികൾ, ഡീസൽ വണ്ടികളൊക്കെ മറ്റേ EV ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഒരു ലീഡർ എന്ന് പറയുന്നത് അത് കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. അത് കാണിച്ചു കൊടുത്തിട്ട് മാതൃകയാക്കിയിട്ട് നോക്കൂ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നെ ഫോളോ അപ്പ് ചെയ്യൂ എന്നതായിരിക്കണം ലീഡർ. ഓക്കെ, കൂടുതൽ വിമർശിക്കുന്നില്ല. ചിലപ്പോ ഇന്ത്യയുടെ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കാം പോയിട്ടുണ്ടാവുന്നത്. ഇപ്പൊ മോദി പോയ 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് UAE, നെതർലാൻഡ്, നോർവേ, ഇറ്റലി, സ്വീഡൻ. ഈ 5 രാജ്യങ്ങളാണ് നരേന്ദ്രമോദി വിസിറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഇന്നത്തോടെ തീരുന്നു. 15-ാം തീയതി ആരംഭിച്ച ഈ പര്യടനം 20-ാം തീയതി തീരും എന്നാണ് അറിയുന്നത്. അതായത് സെർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത്. ഇപ്പൊ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ ഈ ചാനൽ എന്ന് പറയുന്നത് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. രാത്രി എപ്പോഴും ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് കേരളത്തിൽ നടക്കുന്നവട്ടെ, ഇന്ത്യയിൽ നടക്കുന്നവട്ടെ, ലോകത്തിൽ നടക്കുന്നവട്ടെ, ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്ന സദുദ്ദേശത്തോടെ തന്നെയാണ് ഈ ചാനൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കണ്ടന്റുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ബൂസ്റ്റ് ചെയ്യുക എന്ന് മാത്രം പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമന്റുകൾ, അത് വിമർശനങ്ങളാകട്ടെ അംഗീകാരങ്ങളാവട്ടെ, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മാത്രം അറിയിക്കുന്നത്. അപ്പോ ഇന്ന് നടന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർവേയിൽ പര്യടനം നടത്തി കൊണ്ടു നിൽക്കുമ്പോൾ ഹെല്ലി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് നോർവേ പ്രധാനമന്ത്രിയുമായി ഒത്തുള്ള ഒരു ജോയിന്റ് പ്രസ് അപ്പിയറൻസ് കഴിഞ്ഞപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: വൈ ഡോണ്ട് യു ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഫ്രീസ്റ്റ് പ്രസ് ഇൻ ദ വേൾഡ് എന്നാണ്. അതാണ് ആ നോർവൻ മാധ്യമ പ്രവർത്തക ഹെല്ലെ ചോദിച്ച ചോദ്യം. അതായത് ഈ നോർവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡത്തിൽ 1-ാം റാങ്ക് ഉള്ള രാജ്യമാണ് ഈ നോർവേ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് നിങ്ങൾക്കറിയോ? 157-ാം സ്ഥാനത്താണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിലുള്ള റാങ്കിങ് തരംതിരിച്ചത്. നോർവേ 1-ാം സ്ഥാനത്തും ഇന്ത്യ 157-ാം സ്ഥാനത്തും. ആ 1-ാം റാങ്കുള്ള രാജ്യത്തിലെ ഒരു മാധ്യമപ്രവർത്തകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോഡിയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. മോഡി ഇന്ത്യയിൽ തന്നെ ഒരു തുറന്ന പ്രസ് കോൺഫറൻസോ പ്രസ് മീറ്റിങ്ങുകളോ വളരെ ചുരുക്കം മാത്രമേ പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുള്ളൂ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഈ നോർമൽ മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ അത് കേട്ടിട്ട് ഇപ്പം BJP-ക്കാരും പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിനും പറയുന്നത് ആ ചോദ്യം നരേന്ദ്രമോദി കേട്ടിട്ടില്ല, അതുപോലെ തന്നെ അവിടെ ചോദ്യം ചോദിക്കാനുള്ള ഒരു ഷെഡ്യൂളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു മാധ്യമപ്രവർത്തക അവരുടെ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു ചെവിയോർത്ത് അതിനൊരു ജസ്റ്റ് ഒരു ഉത്തരം പറഞ്ഞ് നെഞ്ചുറപ്പോടെ ഒരു ഉത്തരം പറഞ്ഞിട്ട് പോകേണ്ട ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തരം ചെവി പോലും കൊള്ളാതെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ഉണ്ടായത്. ഈ ഇറങ്ങിപ്പോക്കോട് കൂടി ആ വീഡിയോ നമ്മുടെ ഹെല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തോടെ ഇത് ലോകം മൊത്തം അങ്ങ് ഏറ്റെടുത്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. Prime Minister Modi, why don't you take some questions from the freest press in the world?
Prime Minister Modi, why don't you take some questions from the freest press in the world? ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പാട്ടാണ് ആ വീഡിയോ. ഈ വീഡിയോ എല്ലാം ഇവിടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തപ്പോ നമ്മുടെ സംഘിക്കുട്ടന്മാര് അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റ ഉടനെ അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് ആ പൂരപ്പാട്ടങ്ങ് മൊത്തം വരും. നമ്മളാ നരേന്ദ്രമോദിയെ ചോദ്യം ചോദിക്കാൻ നീ ആരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഹിന്ദിയിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സംഘിക്കുട്ടന്മാര് നമ്മുടെ രാജാവിന് വേണ്ടിയിട്ട് ആ പൂരപ്പാട്ട് പാടാൻ തുടങ്ങി. മെറ്റ എന്ത് ചെയ്തു? മെറ്റ ഈ അക്കൗണ്ട് ഹെല്ലയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സസ്പെൻഡ് ചെയ്തു. അത് ഇന്ത്യയിൽ മാത്രമാണെന്നാണ് ന്യൂസ് പറയുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ മാത്രമാണെന്ന് അറിയണം. അപ്പൊ ഇത് എങ്ങനെയായി സസ്പെൻഡ് ആയിട്ടുണ്ടാവുക? ഒന്നുകിൽ മാസ് റിപ്പോർട്ട് ആയിരിക്കും. നമ്മുടെ ഈ സംഘിക്കുട്ടന്മാർ മൊത്തമായിട്ട് അവരുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ടല്ലോ, ഒരു 1000 പേരെങ്ങാനും ഒരുമിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് സസ്പെൻഡ് ആവും. അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് മെറ്റയോട് നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് സസ്പെൻഡ് ആകും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ചോദ്യം ചോദിക്കുന്നവരെ ഭയപ്പെടുന്ന പ്രധാനമന്ത്രി എന്ന പേര് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ഈ സംഖ്യക്കൂട്ടന്മാർ മനസ്സിലാക്കണം. പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ച് മാധ്യമപ്രവർത്തകയ്ക്ക് നിങ്ങളെ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങളെ പൂര തെരയും വിളിച്ച് പൂര പാട്ടും പാടിച്ച് നമ്മുടെ രാജാവാണ്, നമ്മളെ സിംഹമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രധാനമന്ത്രിയാണ് വലുത് അല്ലേ? അപ്പോ അവരെന്താ വിചാരിക്കുക നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി? ഒരു ചോദ്യം ചോദിച്ചതിന് ഇത്രയധികം വിമർശനങ്ങൾ വരുന്ന വിമർശിച്ചു കഴിഞ്ഞാല് അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ സത്യമായി പോവില്ലേ? നരേന്ദ്രമോദി ചോദ്യങ്ങൾക്ക് ഭയപ്പെടുന്ന ആളാണ്, വിമർശനങ്ങൾക്ക് ഉത്തരം പറയാത്ത ആളാന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും വരൂലേ? അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടത്, ഈ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് പോലും ഒരു ഉത്തരം നൽകാത്ത പ്രധാനമന്ത്രി എങ്ങനെയാണോ നോർവേയിലുള്ള തനിക്ക് ചോദ്യം ചോദിച്ചതിന് ഉത്തരം തരാൻ പറ്റുക? അത്രയധികം ഇത് പ്രധാനമന്ത്രി ചെയ്യുന്നുണ്ട്, കുറെ നല്ല കാര്യങ്ങളുണ്ട്. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയുടെ GDP റേറ്റ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫൻഡിങ്ങില് ഇന്ത്യ മുന്നേറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളോട് ഒപ്പം നിൽക്കുന്ന തന്നെ ഒരു ഡിഫൻഡിങ് രാജ്യം തന്നെയാണ് നമ്മളോട് എല്ലാം അത് നിങ്ങൾ മാത്രം ചെയ്തല്ലോ കേട്ടോ. അതിൽ കുറെ ആൾക്കാരെ കുറെ മറിഞ്ഞ രാഷ്ട്രീയ കക്ഷികളുടെ പാർട്ടികളുടെ ഒരേ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയധികം മുന്നേറി വന്നത്. നിങ്ങളുടെ BJPയുടെ ഭരണകാലത്ത് കുറച്ച് കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷെ വിമർശനങ്ങൾ അംഗീകരിക്കാൻ പറ്റണം, വിമർശനങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകണം. എന്നാൽ മാത്രമേ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ വീണ്ടും ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക്, അത് ഏത് മാധ്യമപ്രവർത്തകർ ആയിക്കോട്ടെ, അത് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ഏത് രാജ്യത്തെ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, ചങ്കുറപ്പോടെ നട്ടല്ലോടെ നിവർന്നു നിന്നിട്ട് അവർക്കൊക്കെ മറുപടി കൊടുക്കണം മിസ്റ്റർ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശേഷം വേറൊരു കോമഡിയും കൂടിയുണ്ട്. ഈ നോർവേയിലെ ഈ പര്യടനത്തിന് ശേഷം അടുത്തത് പ്രധാനമന്ത്രിയുടെ ഇത് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയേക്ക് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ, ഈ ചർച്ചകളും സോഷ്യൽ മീഡിയയിലെ ഈ സംഘികൂട്ടന്മാരൊക്കെ എടുത്തിട്ട് പെരുമാറുന്ന അക്കൗണ്ട് ക്യാൻസൽ ആക്കുമ്പോൾ നമ്മൾ നരേന്ദ്രമോദി ഇറ്റലിയിൽ പോയിട്ട് നമ്മുടെ ജോർജിയ മെലോണി, അതായത് ഇറ്റലിയുടെ പ്രസിഡന്റിനെ കണ്ടിട്ട് മെലോഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഒരു മുട്ടായി ഉണ്ടല്ലോ, ആ മുട്ടായിയുടെ പാക്കും കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത തിരക്കിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ നരേന്ദ്രമോദിയിലെ പോസ്റ്റ് ചെയ്തത്, മെലോണിയാണ് പോസ്റ്റ് ചെയ്തത്. മെലോഡി ചോക്ലേറ്റ്. എന്താണ് ഈ മെലോഡി ചോക്ലേറ്റ്? എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രസിഡന്റിന് മെലോണിക്ക് മെലോഡി ചോക്ലേറ്റ് കൊടുത്തു? അത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയത്. മെലോണി, മോഡി, മെലോഡി, ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയകളിലും ഇതിലും ഇവര് ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ വളരെ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റലിയുടെ പ്രസിഡന്റ് മെലോണിയും പ്രധാനമന്ത്രി മോഡിയും തമ്മിലുള്ള നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയകളിൽ കുറച്ച് സംഘിക്കുട്ടന്മാരും സംഘിപുത്രികളും ചേർന്നിട്ട് ഇതിനെ മെലോഡിയാക്കി. നമ്മുടെ ബിഗ് ബോസിലൊക്കെ പേർലിയും സീനിയേഴ്സൊക്കെ പേർലിഷ് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ ഇവരുടെ മെലോഡി എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, ഇത് നരേന്ദ്രമോദി അങ്ങ് ഏറ്റെടുത്തിട്ട് ഈ മെലോഡി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് പോയി മെലോഡിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ഒരു പ്രധാനമന്ത്രിന്റെ അവസ്ഥ നോക്കണേ. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിടുക രണ്ടുപേരും കൂടിയിട്ട്, ഇതേ മെലോഡി എന്ന് പറഞ്ഞിട്ട്. ഞാൻ വീഡിയോ നിങ്ങൾ കാണിക്കാം, നിങ്ങൾ കണ്ടുനോക്ക്. Prime Minister Modi brought us a gift, a very, very good toffee. Melody. ഇതാണ് ആ വീഡിയോ. ഇതൊക്കെ കാണുമ്പോൾ ചിരിയാന്ന് വരും. നമ്മുടെ പ്രധാനമന്ത്രി എത്രയൊക്കെ തരം താഴ്ന്നു പോകുന്നു,
എന്നൊക്കെ ചെയ്യുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ നോർവേയിലെ കാര്യത്തിന് ശേഷം നോർവേയിലെ മാധ്യമപ്രവർത്തകർക്ക് വിദേശകാര്യ മന്ത്രാലയങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ച കുറച്ച് ഞാൻ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പിന്നെ നിങ്ങളോട് പറയാം. അത് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകர்களுം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. പക്ഷെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ കിട്ടാറില്ല. പറയാനും പ്രധാനമന്ത്രി കിട്ടാറില്ല. പ്രധാനമന്ത്രി എന്താണോ പറയുന്നത്, മോഡി എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് നമുക്ക്. ഒന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളില്ല, ഉത്തരം കേൾക്കാനുള്ള അവസരങ്ങളില്ല. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്ന വിമർശനമാണ് ആദ്യമായിട്ട് നോർവേയിലെ മാധ്യമ പ്രവർത്തകര് ഉന്നയിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തോട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർവേയുടെ സ്ഥാനം 1ാം റാങ്കിലാണ്, ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157ാം സ്ഥാനത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങളിപ്പോ വിചാരിക്കും ഇപ്പുള്ള സ്വാതന്ത്ര്യം അല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം. പക്ഷെ ഇത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വെട്ടൊന്ന് തുണ്ട് രണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ചെയ്യുക. ഇത് മാത്രമാണ്. ആരോടും എന്തും ചോദിക്കാനുള്ള വ്യക്തമായിട്ടുള്ള പ്രൂഫോട് കൂടിയിട്ടുള്ള ചോദ്യം. അല്ലാണ്ട് പിന്നെ മായയിൽ നിന്ന് എടുത്തിട്ട് വാർത്ത ഉണ്ടാക്കുക, വായുവിൽ നിന്ന് എടുത്തിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് അതിനെ ചോദ്യം ചോദിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തനം കൃത്യമായിട്ടുള്ള പ്രൂഫോടും കൃത്യമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യണം. ഇതാണ് ആദ്യത്തെ ചോദ്യം. പിന്നുള്ളത് PM മോഡി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? ഇതൊക്കെ മാധ്യമ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ താഴ്ന്ന റാങ്കിനെ കുറിച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള മനുഷ്യാവകാശ ലംഘനം ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിമർശകരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. NGO റിപ്പോർട്ടുകൾ ഇന്ത്യയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. അവര് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ സംസ്കാരം അതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എന്താ പറയാ അതിനെ മൊത്തമായിട്ട് അവിടെയും തൊടാണ്ട് ഇവിടെയും തൊടാണ്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കേണ്ടായി. കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോ പിന്നെ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ ആരെങ്കിലായിക്കോട്ടെ വിമർശനങ്ങൾ വന്ന് നേരിടുക, അതിനുള്ള കൃത്യമായിട്ട് ഉത്തരം പറയാ. മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാം. എന്നാൽ മാത്രമേ നമ്മുടെ നട്ടലുള്ള പ്രധാനമന്ത്രിയായിട്ട് നമുക്കൊക്കെ തോന്നാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് ആവശ്യമൊന്നുമില്ല. ചെയ്തിട്ടുണ്ട്, കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, മോദി ചെയ്തത് മെലോഡി കൊടുത്തത് ശരിയാണോ, മെലോഡി ചോക്ലേറ്റ് കൊടുത്തത് ശരിയാണോ, അല്ല നോർവേയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോയത് ശരിയാണോ, അല്ല നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ ചർച്ചകളായിട്ട് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.